ഹായ് ആൾ, വെൽക്കം ടെക് പി എസ് സി. ടെക് പി എസ് സിയിലെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് 2026 നോട്ടിഫിക്കേഷൻ വന്ന് വളരെയധികം കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻ വന്ന ഒരു പോസ്റ്റ് ആയിരുന്നു ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ ഇൻ KSEB എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കൺഫർമേഷൻ കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും സിലബസ് എന്താണ് വരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്വിക്കായിട്ട് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. സോ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 21/2026 2026 21ാമത്തെ കാറ്റഗറി നമ്പറിലാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഫേം എന്ന് പറയുന്നത് നമുക്ക് അറിയാം KSEB ആണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് നമുക്കതിൻ്റെ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് അല്ലേ. നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി വർക്കർ എന്നുള്ള പോസ്റ്റാണ്. കുറേ അധികം കാലങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസീസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സോ ഇതിന്റെ കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം ഇപ്പോൾ ആക്റ്റീവ് ആണ്. അപ്പൊ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്നത് 12/7/2026 ആണ്. ജൂലൈ 12-ാം തീയതി വരെയാണ് നമുക്ക് എന്തുള്ളത് ഈ ഒരു കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. എക്സാമിന്റെ ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 30 30/9/2026 സെപ്റ്റംബർ 30 നമുക്ക് എന്ത് വരുന്നത് ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ് വരുന്നത്. സോ ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, കൺഫർമേഷൻ കൊടുക്കാൻ വന്നു, ഈ വർഷം തന്നെ എക്സാം നടത്തുന്നു. ഉടനെയാണ് പെട്ടെന്നാണ് കാര്യങ്ങൾ വരുന്നത് അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ മൊത്തത്തിലുള്ള സിലബസ് ഓവർ റിവ്യൂ, മൊത്തത്തിലൊരു ഓവർ സിലബസുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂ നോക്കാം. ഏതൊക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോയിട്ടുള്ളത് അല്ലേ. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇലക്ട്രിസിറ്റിന്ന് 10 മാർക്ക്. അപ്പോൾ 100 മാർക്കിനെ 10 മൊഡ്യൂളുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ബേസിക് ഇലക്ട്രിസിറ്റി ആണ്, അതിൽ നിന്നൊരു 10 മാർക്കാണ് വരുന്നത്. ദെൻ പിന്നെ ഓംസ്ലോ വരുന്നുണ്ട്, ഓംസ്ലോ എന്നൊരു 10 മാർക്ക്, മാഗ്നറ്റിസം എന്നൊരു 10 മാർക്ക്, ആൾട്ടർനേറ്റിംഗ് കറന്റ് ആൻഡ് എർത്തിങ് അതിൽ നിന്ന് നമുക്കൊരു 10 മാർക്ക്, DC മെഷീൻസ് 10 മാർക്ക്, അതേപോലെ തന്നെ AC മോട്ടോർ സിംഗിൾ ആൻഡ് 3 ഫേസ് മോട്ടോഴ്സ് ഒരു 10 മാർക്ക്, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമർ എന്ന ഭാഗത്ത് നിന്നും 10 മാർക്ക്, ഇല്ലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സിൽ നിന്ന് ഒരു 10 മാർക്ക്, പവർ ജനറേഷനിൽ 10 മാർക്ക്, ട്രാൻസ്മിഷനിൽ നിന്ന് 10 മാർക്ക്. അങ്ങനെ ടോട്ടലി നമുക്ക് എന്താണ് 10 മാർക്കിന്റെ 10 മൊഡ്യൂളുകളായിട്ട് 100 മാർക്കാണ് നമുക്ക് ടോട്ടൽ സിലബസ് കാര്യങ്ങൾ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓരോ 10 മാർക്കിലും എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളുടെ 10 മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് ഇലക്ട്രിസിറ്റിയാണ്. നമ്മൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു എക്സാം ആണെന്നുണ്ടെങ്കിലും അതിന് ഫസ്റ്റ് നമ്മൾ ഈ ബേസിക് ഇലക്ട്രിസിറ്റിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. സോ ഫസ്റ്റ് പറഞ്ഞ ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി, ഫ്ലെക്സ് ആൻഡ് സോൾഡറിംഗ് ടെക്നിക്ക്, പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ, ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്. ഈ ഭാഗത്ത് നിന്നാണ് നമുക്ക് എന്ത് വരുന്നത് ഫസ്റ്റത്തെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ ബേസിക് ആണ് ഇലക്ട്രിസിറ്റിയുടെ ബേസിക്സ് അല്ലേ. ആ കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റത്തെ മൊഡ്യൂൾ വരുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിലോട്ട് വരുന്ന സമയത്ത് ഓംസ് ലോന്റെ മൊഡ്യൂളാണ്. ഓംസ് ലോ പറഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഓംസ് ലോ, കിർച്ചോഫ് ലോ എന്താണെന്നുള്ളത്, എഫക്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്, കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അതേപോലെ തന്നെ ലോ ഓഫ് റെസിസ്റ്റൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്, ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ്, കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് സെല്ല്, അതേപോലെ തന്നെ ബക്ലിംഗ് ആൻഡ് സെഡിമെന്റേഷൻ. അപ്പോൾ ഓംസ് ലോവുമായി ബന്ധപ്പെട്ടതും അതിന്റെ കൂടെ തന്നെ സെല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ കൂടി ഈ ഒരു രണ്ടാമത്തെ 10 മാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയാം അല്ലെ. രണ്ടാമത്തെ 10 മാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മൊഡ്യൂൾ 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് മൊഡ്യൂൾ 3 വരുന്ന സമയത്ത് മാഗ്നറ്റിസം ആണ് വരുന്നത്. മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ പ്രോപ്പർട്ടീസും അതുമായി മാഗ്നറ്റിസം മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിന്റെ ക്ലാസിഫിക്കേഷൻ ആൻഡ് പാര, ഡയ ആൻഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഡിഫറെന്റ് മെറ്റീരിയൽസ്, മാഗ്നറ്റിസം ഉള്ള ഡിഫറെന്റ് മെറ്റീരിയൽസ് ആണ്. പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്താണ്, പിന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് റൂളും അല്ലെ. ഫ്ലെമിങ്സിന്റെ ഇടത് കൈ നിയമം വലത് കൈ നിയമം എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ലെഫ്റ്റ് ഹാൻഡ് റൂളും റൈറ്റ് ഹാൻഡ് റൂളും, അതേപോലെ തന്നെ MMF, ഫ്ലെക്സ് ഡെൻസിറ്റി, റിലക്റ്റൻസ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസ് ലോ, കപ്പാസിറ്ററിൽ ടൈപ്സും ഫംഗ്ഷൻസും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് അല്ലെ. മാഗ്നറ്റിസം, കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് മൂന്നാമത്തെ മൊഡ്യൂൾ. നാലാമത്തെ മൊഡ്യൂളിൽ എത്തുമ്പോൾ സമയത്തേക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ്, നമ്മൾ AC കറണ്ടും അതേപോലെ തന്നെ അതിന്റെ എർത്തിങ്ങുമായി ബന്ധപ്പെട്ട്, ആൾട്ടർനേറ്റിംഗ് കറണ്ട് എർത്തിങ്ങുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ടൈപ്സ് ഓഫ് വയറിംഗ് ബോത്ത് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയലിനും ഡൊമസ്റ്റിക്സിനും ഉപയോഗിക്കുന്ന വയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. അതിന്റെ ഏതൊക്കെ ടൈപ്സ് ഓഫ് വയേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്,
അതേപോലെ ഗ്രേഡിംഗ് ഓഫ് കേബിൾസ് ആൻഡ് വയേഴ്സിൻ്റെയും കേബിൾസിൻ്റെയൊക്കെ ഗ്രേഡിങ് കാര്യങ്ങൾ, കറണ്ട് റേറ്റിംഗ്, ടെസ്റ്റിംഗ് ഓഫ് ഇൻസ്റ്റലേഷൻ ബൈ മെഗർ, ഈ കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നാലാമത്തെ മൊഡ്യൂളായിട്ടുള്ള AC അല്ലെങ്കിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് എർത്തിങ് എന്നുള്ള മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ 5th മൊഡ്യൂളിലോട്ട് വരുന്ന സമയത്ത് DC മെഷീൻസ് ആണ്. DC മെഷീൻസിന്റെ ടൈപ്സും കാര്യങ്ങളും അല്ലെ, DC ജനറേറ്റർ ആൻഡ് ടൈപ്സ്, അതിന്റെ ടൈപ്സ്, EMF ഇക്വേഷന്, ഡിസ്ക്രിപ്ഷൻ ഓഫ് സീരീസ്, ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് ജനറേറ്റർ. ഡിഫറെൻ്റ് ആയിട്ടുള്ള DC മെഷീൻസിൽ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഷണ്ട് ജനറേറ്റർ, സീരീസ് ജനറേറ്റർ അല്ലെ, കോമ്പൗണ്ട് ജനറേറ്റർ കാര്യങ്ങൾ എന്താണ്. അതേപോലെ തന്നെ DC മോട്ടർ ആൻഡ് ടൈപ്സ്. പിന്നെ സ്റ്റാർട്ടറാണ്, 3 പോയിന്റ് സ്റ്റാർട്ടർ, 4 പോയിന്റ് സ്റ്റാർട്ടർ അല്ലെ, സ്പീഡ് കൺട്രോൾ മെഷീൻസ് കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് 5th മൊഡ്യൂൾ ആയിട്ടില്ല DC മെഷീൻസ് എന്നുള്ള ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് അടുത്ത 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് AC മോട്ടോഴ്സ്. അതിൽ സിംഗിൾ ആൻഡ് 3 ഫേസ് ആണ്. AC മോട്ടോർ സ്റ്റാർട്ടേഴ്സ്, AC മോട്ടോറുകളുടെ സ്റ്റാർട്ടേഴ്സ്, സിംഗിൾ ഫേസ് സ്റ്റാർട്ടർ, 3 ഫേസ് സ്റ്റാർട്ടർ, അങ്ങനെയല്ലേ. ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ DOL സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, സ്ലിപ്പ് റിംഗ് മോട്ടോർ സ്റ്റാർട്ടർ, ഇപ്പം ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് മെത്തേഡ്സ് ഉണ്ടായിരിക്കും AC മോട്ടോഴ്സിന്റെ. അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് ഭാഗം എന്നുള്ള രീതിയിൽ. ദെൻ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ. അതേപോലെ തന്നെ ഈ സ്റ്റാർട്ടറിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് AC മോട്ടോർ, പാനൽ വയറിങ്, ഫേസ് സീക്വൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എന്ത് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ 6 എന്നുള്ള ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊഡ്യൂൾ 7ലോട്ട് വരുന്ന സമയത്ത് ഇൻസ്ട്രുമെന്റ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് ആണ് മൊഡ്യൂൾ 7 ഭാഗത്ത് വരുന്നത്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇൻഡിക്കേഷൻ ടൈപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ടൈപ്പ്, കൺട്രോളിംഗ് ടോർക്ക് ആൻഡ് ഡാമിംഗ് ടോർക്ക്, ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ, EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, പാരലൽ ഓപ്പറേഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സ്, കൂളിംഗ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഫോർ ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് 7th മൊഡ്യൂളിൽ വരുന്നത്. മെയിൻലി ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അല്ലേ. ട്രാൻസ്ഫോമറിന്റെ ബേസിക് മുതൽ നമ്മൾ തുടങ്ങണം. എന്താണ് ട്രാൻസ്ഫോമർ എന്നും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമറുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആണ് നമ്മൾ തുടങ്ങാൻ. ദെൻ മൊഡ്യൂൾ 8ലോട്ട് വരുന്ന സമയത്ത് ഇലുമിനേഷൻ ആൻഡ് ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. ലോസ് ഓഫ് ഇലുമിനേഷൻ, ടൈപ്സ് ഓഫ് ലാമ്പ്, ഡൊമസ്റ്റിക് അപ്ലയൻസ്, സെമി കണ്ടക്ടേഴ്സിലെ P ടൈപ്പ്, N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, ഡയോഡ് എന്താണ്, റെക്ടിഫയർ എന്താണ്, ട്രാൻസിസ്റ്റർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് മൊഡ്യൂൾ 8 പറഞ്ഞിട്ടുള്ള ഭാഗത്ത് വരുന്നത്. ദെൻ ലാസ്റ്റ് 2 മൊഡ്യൂളുകളാണ് മൊഡ്യൂൾ 9 മൊഡ്യൂൾ 10 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 9 എന്ന് പറയുന്നത് പവർ ജനറേഷൻ ആണ് അല്ലെ, ജനറേഷൻ ഓഫ് സോഴ്സ് ഓഫ് എനർജി, വേരിയസ് ടൈപ്സ് ഓഫ് പവർ ജനറേഷൻ. ഇതാണ് നമുക്ക് എന്ത് വരുന്നത് മൊഡ്യൂൾ 9 വരുന്നത്. ദെൻ ട്രാൻസ്മിഷൻസ്, ലാസ്റ്റ് മൊഡ്യൂൾ 10 ട്രാൻസ്മിഷൻ ആണ്. അതായത് പവർ ജനറേഷൻ കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ. പഠിക്കുന്ന സമയത്തൊക്കെ സബ്ജക്റ്റിന്റെ പേരൊക്കെ പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ എന്നായിരിക്കും അല്ലെ. ജനറേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് വേണ്ട സ്ഥലത്തോട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത്, അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മളിവിടെ എത്തണമല്ലോ, ആ എത്തുന്നതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ, അതാണ് വരുന്നത്. ദെൻ കമ്പാരിസൺ ഓഫ് AC ആൻഡ് DC ട്രാൻസ്മിഷൻ, ACയുടെ ട്രാൻസ്മിഷനും DCയുടെ ട്രാൻസ്മിഷനും. അപ്പോൾ നമുക്ക് 10 മൊഡ്യൂളുകളായിട്ട് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. 10 മൊഡ്യൂളുകളിൽ 10 ഭാഗങ്ങളാക്കി തരംതിരിച്ചിട്ടുണ്ട്. 10 മാർക്ക് വീതമാണ് ഓരോ മൊഡ്യൂളിനുള്ളത്. 100 മാർക്കിലോട്ടാണ് ടോട്ടൽ എക്സാമും കാര്യങ്ങളും വരുന്നത്. സോ ഇത് ഒരു നല്ല ചാൻസ് ആണ്, കാരണം കുറച്ചധികം വേക്കൻസീസും കാര്യങ്ങളും ഉണ്ട് അല്ലെ. കുറെ അധികം കാലങ്ങൾക്ക് ശേഷം നോട്ടിഫിക്കേഷൻ വരിക ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി വർക്കർ എന്നുള്ള ഈ ഒരു പോസ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ടെക് PSCയിൽ ബാച്ച് അവൈലബിൾ ആണ്. ഇപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫുള്ളി സിലബസിനെ ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തായിരിക്കും ലൈവ് സെക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ദെൻ അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സ്, ക്യാപ്സൂൾ നോട്ട്സ്, സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഫുൾ എക്സാംസ്, മോഡൽ എക്സാംസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസിൽ അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കിട്ടിയ ചാൻസ് കളയരുത്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജൂലൈ 12 ആണ്. അതിനുള്ളിൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. എന്നിട്ട് എക്സാമിന് നല്ല രീതിയിൽ, ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആളുകളാണെങ്കിൽ എക്സാമിന് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഈ ഒരു ജോബ് നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്